മതികലയുടെ അഹങ്കാരത്തിന് മയിലിന്റെ മറുപടി. കുട്ടിമണിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. മയിലിന്റെ വരവ് അപകടമാണെന്ന് മതികല ജലജയോട് പറയുന്നു. മനസ്സിനെ സഹായിച്ചതിന്റെ പേരിൽ മതികല മയിലിനെതിരെ ഗുണ്ടകൾ ഏർപ്പാട് ചെയ്യുന്നു. എന്നാൽ മയിൽ തിരിച്ചടിക്കുന്നു. കുട്ടിമണിയെ സഹതടവുകാർ ഉപദ്രവിക്കുന്നു. തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അവകാശം ബാലനല്ല എന്ന് എഴുതി ഒപ്പിട്ടു തരാൻ ബാലനെ സീത നിർബന്ധിക്കുന്നു. എന്നാൽ ബാലൻ അതിന് കഴിയുന്നില്ല. ബാലന്റെ മനസ്സിൽ ഇപ്പോഴും സീതയുണ്ടെന്ന് ഇന്ദുവിനെ വിശ്വസിപ്പിക്കാൻ മതികലയുടെ ശ്രമം. സീത ബാലനെ ന്യായീകരിക്കുന്നു. കുട്ടിമണിയെ ജാമ്യത്തിലിറക്കാൻ മയിൽ പിച്ചളിയും മനസ്സിനുമായി ചേർന്ന് വക്കീലിനെ കാണുന്നു. വക്കീൽ ഓഫീസിലെത്തുന്ന സീത മയിലിനെ ഉപദേശിക്കുന്നു. മനസ്സിനെയും സീതയും വഴിയിൽ തടയുന്ന നകുലനോട് ശക്തമായ മറുപടിയുമായി മനസ്സിൽ. മയിലിന് പിന്നിൽ ആരോ ഉണ്ടെന്ന സംശയം മതികലയ്ക്കുണ്ടാകുന്നു. ശാരദയുടെ മരണത്തിൽ പോലീസിന് മതികലയെ സംശയം. ശിവയോട് കൂടുതൽ കരുതലോടെ ഇരിക്കണമെന്ന് മതികല മുന്നറിയിപ്പ് കൊടുക്കുന്നു. വയലോരം വീട്ടിലെത്തുന്ന CI അയ്യപ്പൻകുട്ടി ശാരദയുടെ മരണത്തിന് പിന്നിൽ കുട്ടിമണിയല്ല എന്നുറപ്പിക്കുന്നു. കുട്ടിമണിക്ക് ജാമ്യം കിട്ടുന്നു. കുട്ടിമണി തിരികെ വയലോരം വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മതികല. ജാമ്യത്തിലിറങ്ങിയ കുട്ടിമണിയെയും കൂട്ടി മനസ്സിജൻ വയലോരം വീട്ടിലെത്തുന്നു. ശാരദയുടെ 16 അടിയന്തര ചടങ്ങ് നടക്കുന്ന വയലോരം വീട്ടിൽ കുട്ടിമണിയെ കയറ്റുന്നില്ല. പെരുവഴിയിലാകുന്ന മനസ്സിജനെയും കുട്ടിമണിയെയും മഹാദേവൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. സീതയുടെ പേരിൽ ബാലനും ഇന്ദുവും തമ്മിൽ വഴക്കുണ്ടാകുന്നു. എന്തു പറഞ്ഞടി നീ? എന്താ ബാലേട്ടാ ഇത്? എന്തിനാ പാവ ഇന്ദു എടുത്തി തല്ലിയത്? ഇയാളെന്നെ തല്ലിക്കൊല്ലട്ടെ, എന്നിട്ട് എന്റെ ശവം ആ നാശിച്ചവൾക്ക് തിന്നാൻ കൊടുക്കട്ടെ. ഇന്ദു, ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് സോറി. മിണ്ടരുത് ചന്ദ്രേട്ടാ. നിങ്ങള് അവൾക്ക് വേണ്ടിയാ നിങ്ങൾ എന്നെ തല്ലിയത്. മറക്കത്തില്ല, ഞാൻ ക്ഷമിക്കത്തില്ല. ഇന്ദു, ബാലേട്ട തൽക്കാലം ഒന്നും പറയണ്ട. ആദ്യം ഇന്ദുടത്തിയുടെ മനസ്സൊന്ന് തണുക്കട്ടെ. എന്നാലും അടിച്ചത് ഇത്തിരി മോശമായിപ്പോയി. വാ ഇന്ദുടത്തി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. പാവം ഇന്ദുടത്തി. അടിയേറ്റ് മുഖം അങ്ങ് തിണർത്തു പോയി കേട്ടോ. എന്നാലും എന്തൊരു പണിയായി ബാലേട്ട കാണിച്ചത്. ബാലേട്ടന്റെ പൊന്തും കൈകൊണ്ട് പാവം ഇന്ദുടത്തി. എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരും എന്നെ മേലെ നോവിച്ചിട്ടില്ല, അറിയാവോ കലക്ക്? പിന്നെ എനിക്കറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ സംസ്കാരമുള്ള വീട്ടിൽ വളരുന്ന പെൺകുട്ടികൾക്കൊന്നും തല്ല് കിട്ടാറില്ല. എന്നെ ഇതുവരെ ആരും ഒന്ന് നുള്ളു നോവിച്ചിട്ട് പോലുമില്ല. എന്റെ ദേഹത്തെങ്ങാനുമാണ് കൈവച്ചിരുന്നെങ്കിൽ കാണായിരുന്നു. ഒന്ന് കളയുമായിരുന്നു ഞാൻ അവിടെ വെച്ച് തന്നെ. എനിക്കിത് കിട്ടണം, എനിക്കിത് അവകാശപ്പെട്ടത്. ഞാനിത് ചോദിച്ചു മേടിച്ചത്. എന്ത്? ബാലേട്ടനോട് നമ്മൾ ഇക്കാര്യം ചോദിക്കണ്ടെന്നായിരുന്നോ ഇന്ദുവടുത്തി പറയുന്നത്? അതല്ല, അങ്ങേരെ അവൾ ഉപേക്ഷിച്ചു പോയപ്പോ കുട്ടിക്കാലത്തെ ഒരു സ്നേഹം വെച്ചിട്ട് ഞാനൊരു ആശ്വാസം കൊടുക്കാമെന്ന് കരുതി വന്നത്. അത് നന്നായി. തീ പിടിച്ച് നിൽക്കുന്നവനെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും തീക്കുണ്ടത്തിലേക്ക് ചാടൂ. ഇന്ദുവേടത്തിക്ക് പറ്റിയതാ. ഇപ്പോ ബാലേട്ടൻ അതിൽ നിന്നും പതിയെ പതിയെ രക്ഷപ്പെട്ടു വരുക. പഴയ ഭാര്യ തിരിച്ചു വരികയും ചെയ്തു. പാവ ഇന്ദുവേടത്തിയുടെ കാര്യം കട്ട പോക. ഇല്ല കല, ഞാനിതങ്ങനെ വെറുതെ വിടത്തില്ല. ഞാൻ അവളെ പോയി കാണും. എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കും. എന്തോന്ന്? വൈറ്റമിൻ ഗുളികയുടെയും പ്രോട്ടീൻ പൗഡറിന്റെയും പകുതി തരാമോന്നു? ഇന്ദുവേടത്തിക്ക് വേറെ പണിയൊന്നും ഇല്ല. ഇന്ദുവേടത്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് നിങ്ങളെ ആട്ടി ഇറക്കി വിടും. നിയമപരമായി ഇപ്പോഴും അവരാ ബാലേട്ടന്റെ ഭാര്യ. അതറിയാലോ ഇന്ദുവേടത്തിക്ക്. പക്ഷേ ചന്ദ്രേട്ടന്റെ കൂടെ ജീവിക്കുന്നത് ഞാനല്ലേ? അങ്ങനെ ജീവിക്കുന്ന പെണ്ണിന് സമൂഹത്തിന്റെ മുന്നിൽ എന്തു വിലയാ? പിന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ടു എന്നുള്ള കാര്യം. എന്നാലും നാട്ടുകാരുടെ നോട്ടത്തിലും ബാലേട്ടന്റെ മനസ്സിലും ഒക്കെ ഇപ്പോഴും ഭാര്യ സീതയെടുത്തി തന്നെ. അതുകൊണ്ടാണല്ലോ അങ്ങേരിപ്പോഴും ഗർഭശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. ചന്ദ്രേട്ടന്റെ വെളിച്ചപ്പാട് തുള്ളല് കണ്ടില്ല. എന്തെങ്കിലും ചോദിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് അങ്ങ് ചീറുക. ബാലേട്ടൻ ഈ പാവം കളിച്ച് നടക്കുന്നേ ഉള്ളൂ. ഒരു കാര്യം വന്നപ്പോ കണ്ടില്ലേ മനസ്സിനെ ചവിട്ടി ഇറക്കി വിട്ടത്. അതുവരെ എന്തായിരുന്നു? മനസ്സിജനായിരുന്നു രവിയേട്ടനെക്കാളും വലുത്.
പാവം രവിയേട്ടൻ എത്ര നാൾ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്താടി എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്ന്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാലേട്ടൻ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. എല്ലാം ഒരു തരം അഭിനയമാണെന്ന്. അവസാനം ബാലേട്ടന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം വന്നു. ബാലേട്ടൻ മനസ്സ് ജനെ ചവിട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. അതുപോലെ ഉള്ളൂ എല്ലാം. പുള്ളിക്കാരന് ഓരോ നേരത്തും ഓരോ തോന്നല. ആരോടും അങ്ങനെ സ്ഥായിയായിട്ടുള്ളൊരു ഇഷ്ടമൊന്നുമില്ല. ഞാൻ ആകെ വിട്ടിയാക്കപ്പെടുകയാണ് കലെ. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ എന്റെ നേർക്ക് നേരെ നിന്ന് തർക്കിക്കാനുള്ള ധൈര്യം പോലും ചന്ദ്രേട്ടൻ കാണിച്ചു. ആ ധൈര്യം കാണിച്ചെങ്കിലേ നാളെ ഈ സീതയും കൊച്ചിനെയും കൂടി ഇങ്ങോട്ട് വലിച്ചു കയറ്റിക്കൊണ്ടുവരാനുള്ള ധൈര്യവും ബാലേട്ടൻ കാണിക്കും. ബാലേട്ടൻ ആരാ മോൻ? ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ഇന്ദുവെടുത്ത് ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോവാണോ? അല്ലല്ലോ. കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും ഇന്ദുവെടുത്തി. എനിക്കൊന്നും ചിന്തിച്ചിട്ട് എന്റെ തലയിലോട്ട് വരുന്നില്ല. ആകെ തല മുഴുവൻ എരിയുന്നത് പോലെ, ദേഹം മുഴുവൻ പൊള്ളുന്നത് പോലെ. എന്റെ ഇന്ദുവേടത്തി, ഏടത്തി ഇപ്പോൾ മുതൽ ഈ പിടി മുറുക്കിയില്ലെങ്കിലേ നാളെ ഈ പ്രോബ്ലം കൂടും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇന്ദുവേടത്തിയുടെ സർവനാശത്തിനാണ് സീതയുടെ കുഞ്ഞു പറക്കാൻ പോകുന്നതെന്ന്. കുട്ടിമണിയുടെ കാലസന്തതി വേറൊരു വശത്ത്. അത് നമ്മുടെ തലയ്ക്കുമേൽ ഒരു വാള് പോലെ നിൽക്കുക. അതിന്റെ കൂടെ ഇപ്പൊ ഇതും. ഞാൻ എന്ത് ചെയ്യും? ചന്ദ്രേട്ടനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇന്ദുവേടത്തി ബാലേട്ടനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ബാലേട്ടനെ നിയന്ത്രിക്കണം. വരച്ച വരയിൽ നിർത്തണം. ഇനി മേലിൽ സീതയ്ക്ക് ഒരു സഹായവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തീർത്തു പറയണം. ഒരു ഭാര്യ എന്ന നിലയില് ഇപ്പൊ ഇന്ദുവേടത്തിക്ക് അതിന് അവകാശമുണ്ട്. ബാലേട്ടന്റെ ജീവിതത്തിൽ ബാലേട്ടൻ എന്തെങ്കിലുമൊക്കെ മിച്ചം ഉണ്ടായത് ഇന്ദുവേടത്തി വന്ന് കേറിയതിനു ശേഷമാണല്ലോ. അല്ലാതെ സീതയെ അവളുടെ ഗർഭവും കൊണ്ടുവന്ന ഭാഗ്യമൊന്നും അല്ലല്ലോ ഇപ്പൊ ബാലേട്ടന്റെ ജീവിതത്തിലുള്ളത്. ഞാൻ ഇനി പിന്നോട്ടില്ല കലെ. നോക്കിക്കോ, അവൾക്ക് വേണ്ടിയാ ചന്ദ്രേട്ടൻ എന്റെ കരണത്ത് കൈവച്ചത്. അത് ഞാൻ മറക്കത്തില്ല. ഇതിന്റെ 10 ഇരട്ടി ചൂടിൽ അവളെ ചന്ദ്രേട്ടൻ തല്ലും. അതിനുള്ള വഴി ഞാൻ ഒരുക്കും. ഞാൻ അതിന് സാക്ഷിയാവുകയും ചെയ്യും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇന്ദുവേടത്തി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും, ബാലേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ആ ബാധ ഒഴിവായി പോവണേന്ന്. ഇല്ലെങ്കിലേ ഇന്ദുവേടത്തിക്ക് ഇന്ദുവേടത്തിയുടെ ജീവിതം നഷ്ടപ്പെടും. അവസാനം വയലൂരം വീട്ടിലെ ബാലചന്ദ്രന്റെ കൂടെ താമസിച്ച ഏതോ ഒരു സ്ത്രീ എന്നൊരു പേര് മാത്രമാവും ഇന്ദുവേടത്തിക്ക് കിട്ടുക. ചരിത്രത്തിൽ ഇന്ദുവേടത്തിയുടെ സ്ഥാനം സീതയുടെ സ്ഥാനത്തെക്കാളും ഒരുപാട് താഴെയായിരിക്കും. ഇന്ദുവേടത്തി ഇപ്പൊ സീതയെ പറ്റി പറഞ്ഞ പദങ്ങൾ അതിനേക്കാൾ 1000 ഇരട്ടി ശക്തിയിൽ നാട്ടുകാര് ഇന്ദുവേടത്തെ പറ്റി പറയും. അതൊക്കെ കേൾക്കണോ ഇന്ദുവേടത്തിക്ക്? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. നോക്കിക്കോ, ആരും പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കും. ഇതെന്തുവാ പറയുന്നത്? ഒരു മിനിറ്റ്, എന്റെ ഫോൺ ബെല്ലടിക്കുന്നു. എന്താടാ ശിവ അത്യാവശ്യമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഇഷ്യൂ? വല്ല പോലീസ് എൻക്വയറിയും പറ്റും? കരുതാക്ക് വളക്കല്ലേ എന്റെ പൊന്നു മാഡം. എങ്കി പിന്നെ നീ കാര്യം പറയടാ, പെട്ടെന്ന് വേണം. മാഡം എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും അറിയുന്നില്ല. മനസ്സിലായില്ല. അല്ല, ഒരുപാട് ബുദ്ധിയുള്ളവർക്കുണ്ടാകുന്ന ചെറിയ കുഴപ്പങ്ങളായതൊക്കെ. നീ കാര്യം പറയടാ അങ്ങോട്ട്. ജാമ്യത്തിൽ വന്ന കുട്ടിമണിയെ മനസ്സിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നല്ലേ? യെസ്. അവരിപ്പോ എവിടെയാണെന്നറിയോ? ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കാണും. ഞാൻ കരുതിയത് നിന്റെ ഒപ്പമാണെന്നാ. എന്നാൽ എന്റെ ഒപ്പം അല്ല.
ഒന്നെങ്കിൽ പിന്നെ ആ പെരിങ്കള്ളം പിച്ചളയുടെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീതയെടുത്തി വന്ന് കൊണ്ടുപോയി കാണും അഭയം കൊടുക്കാനേ. അഭയം കൊടുത്തത് സീതയുടെ ഒന്നും അല്ല. പിന്നെ കേട്ടാ മാഡം ഞെട്ടും. ശിവ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കാതെ കാര്യം പറയാങ്ങോട്ട്. എങ്കിൽ കേട്ടോ, മാഡത്തിന്റെ അച്ഛനാ. എന്റെ അച്ഛനോ? അതെ, മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പി. നോ, അത് നടക്കാൻ ഒരു സാധ്യതയില്ല. മനസ്സിജൻ ഒരിക്കലും എന്റെ അച്ഛന്റെ സഹായം സ്വീകരിക്കത്തില്ല. മനസ്സിജന്റെ പെങ്ങൾക്കുണ്ടായ ദുരന്തത്തിന് പിന്നിൽ എന്റെ അച്ഛന് വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ മനസ്സിജൻ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോ മനസ്സിജൻ മഹാദേവൻ തമ്പി സാറിന്റെ ആളാ, അതുറപ്പാ. അതെങ്ങനെ സംഭവിച്ചു? നമ്മളറിയാതെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് മാഡം. ശത്രുവിന്റെ ശത്രു മിത്രമെന്നല്ലേ? മാഡവും മനസ്സിജനും തമ്മിൽ ശത്രുതയിലായപ്പോ തമ്പി സാറ് മനസ്സിജനെ വിലക്കെടുത്തു. അങ്ങനെ കരുതിയാൽ മതി. അതെ, അത് തന്നെയാണ് ശരി. അച്ഛൻ എന്റെ ശത്രുവാ, മനസ്സിജനും ശത്രുവാ. രണ്ട് ശത്രുക്കളും ഒന്നിച്ച് മതികലക്കെതിരെ ഒരു സഖ്യകക്ഷി നീക്കും. മാഡം സൂക്ഷിക്കണം. പടക്കളങ്ങളും യുദ്ധമുന്നണികളും ഒരുപാട് കണ്ടിട്ടുള്ളവളാ ശിവ ഞാൻ. ചോരയുടെ ചുവപ്പും കണ്ണുനീരിന്റെ പുളിപ്പും ഒന്നും മതികലയ്ക്ക് പ്രശ്നമല്ല. നിഴല് പോലും പിന്നിൽ നിന്ന് കുത്തുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാ എന്റെ ഓരോ ചുവടും. തലയ്ക്കുമീതെ വെള്ളം വന്ന അതിനുമീതെ വള്ളം. എന്റെയും പോളിസി അതാ. ആ, എന്റെ അച്ഛനെന്ന് പറയുന്ന മഹാൻ അവരെ എവിടെയാ താമസിപ്പിച്ചിരിക്കുന്നത്? ഹൈവേയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറി ഒരു പഴയ വീട്. മനസ്സിലായി. എന്ത് വേണം മാഡം? നീ ഇതുവരെ മനസ്സിജനുമായിട്ട് എങ്ങനെയായിരുന്നോ അതുപോലെ മുമ്പോട്ട് പോവുക. ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം. കുട്ടു, കുട്ടു, വിളിക്കുമ്പോ എന്തോന്ന് വിളിയാക്കണോന്ന് പറഞ്ഞിട്ടില്ലേടാ? ഉണ്ടടാ. ഓ ബഹുമാനപ്പെട്ട ഉണ്ടടാന്ന്. എന്നാ ഒന്ന് നല്ല വിളി കേട്ടേ. എന്നാ ഒരു നല്ല വിളി വിളിച്ചേ. കുട്ടു. എന്തോ ഒച്ചത് വിളിയേക്കടി. എന്തോ എന്തോ എന്തോ. ഇതെന്തോ എക്കോയോ? അതെ, എന്റെ വയറ്റിലുള്ള കുഞ്ഞുമണിയും കൂടി വിളിച്ചതാ. നമ്മളിങ്ങനെ സന്ധ്യക്ക് വിളക്കും കൊണ്ട് പോകുമ്പോ എന്തു പറയണം? എന്ത് പറയണം? ദീപം 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 എന്ന് പറയണം. പറഞ്ഞേ. ദീപം ദീപം ദീപ ദീപേ ദീപ. ദീപയോ? അയ്യോ, ദീപ അതെന്റെ പണ്ടത്തെ കൂട്ടുകാരിയാ. അതെ, ഞാൻ ഓർത്തപ്പോ വിളിച്ചു പോയതാ അറിയാതെ. കൂട്ടുകാരിയെ വിളിക്കാൻ നേരം അവിടെ വിളക്ക് വെക്കണേ. അവിടെ വെക്കാവേ. ഓ അങ്ങനെ. ഈ വിളക്ക് വെച്ച് കഴിഞ്ഞാലേ പണ്ടൊരു കാര്യം വിളിച്ച് ചോദിക്കും. എനിക്കറിയാം. എന്നതാ? വിളക്ക് കെടുത്തിച്ചോട്ടേന്നല്ലേ? അതൊന്നും അല്ല. പിന്നെ അത്താഴ പ്രശ്നിക്കാരുണ്ടോ, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന്. അത് മനുഷ്യ അതൊന്നും ചോദിക്കണ്ട. എന്താ? അത് ചോദിച്ചാലേ പട്ടിണി കിടക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കയറി വരത്തില്ലേ? ഇവരെല്ലാം ചോറൊക്കെ എടുത്തങ്ങ് തിന്നത്തില്ലേ? പിന്നെ ഞാൻ എന്നാ കഴിക്കും? എന്നാ വേണ്ട, ഞാനേ പ്രാർത്ഥിച്ചാൻ പോവാ. പ്രാർത്ഥിച്ചോനെ. ആയിക്കോട്ടെ, പ്രാർത്ഥിച്ചോ. രാമ 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 കുരാ 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 രാമുന്റെ കുരാ രാമു. നാമം തെറ്റിച്ചില്ലാതെ കുട്ടിമണി, നീ പ്രാർത്ഥിച്ചാ മതി, നാമം ജപിക്കണ്ട. എന്നാ ഞാനേ ശരിയായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചോളാം. ആയിക്കോട്ടെ. ഓ എന്റെ അമ്മോ, ഓ സ്വാമിയേ, ദൈവങ്ങളേ, ഭഗവതിയേ, ഭഗവാനേ, പാമ്പ് ദൈവങ്ങളെ, എന്റെ മനുഷ്യനെ കാത്തോനെ, എന്റെ കുഞ്ഞുമണിയെ കാത്തോനെ, പിന്നെ എന്നെയും കാത്തോനെ. എന്നെ രക്ഷിതനെ, എന്റെ കുഞ്ഞുമനെയും എന്റെ മനുഷ്യനെ, അച്ഛേ അമ്മേ രക്ഷിച്ചനെ, പോലീസ് വിളിച്ചാതെ നോക്കണേ, ഭക്ഷണം എപ്പോഴും തരണേ. ആഹാ, മോളായിരുന്നോ?
അമ്മയുടെ അകത്തുണ്ട്. മോളെന്താ ഇപ്പൊ ഇങ്ങോട്ട്? ആഹാ, അത് കൊള്ളാലോ. നിങ്ങളുടെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണെന്ന്. അയ്യോ എന്നല്ല മോളെ, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിക്കാനായിട്ട്. ആ, കൂടുതൽ കുശലവും കൗശലവും ഒന്നും വേണ്ട. പോ. ഒന്ന് നിന്നേ. നിങ്ങൾ എന്റെ അമ്മയെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ? പിന്നെ പാലും മുട്ടയും പഴവും ജ്യൂസും ഒക്കെ കൊടുക്കുന്നുണ്ട് മോളെ. പക്ഷെ മിനുങ്ങിയിരിക്കുന്നത് നിങ്ങളാണല്ലോ. എന്താ മോളെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? നിങ്ങൾ അകത്തേറി പോകുന്നുണ്ടോ? അമ്മ ഈ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ അത് പുറത്തുനിന്ന് വരണം. നീ കാര്യം പറ മതി. ശിവയെ കണ്ടിരുന്നു. എന്താ എന്തെങ്കിലും പ്രശ്നം? ശാരദാമ്മയുടെ കാര്യത്തിൽ ആ CI വീണ്ടും അതൊരു കരടായി തന്നെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ അച്ഛനാണ് പ്രശ്നം. അച്ഛനോ? അച്ഛൻ എന്ത് ചെയ്തു? കുട്ടിമണിയും മനസ്സജനെയും വയലോരത്ത് നിറക്കി വിട്ട കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. ഉവ്വ് പറഞ്ഞു. പിന്നെ അവരെ കുറിച്ച് വിവരമൊന്നും കിട്ടിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? കിട്ടിയ വിവരമാ ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്നതാ? അവരെവിടെയാ? ഹൈവേയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറി അച്ഛൻ ഒരു പഴയ വീടുള്ളത് അമ്മ ഓർക്കുന്നില്ലേ? ആ, ഒരു കൂനാമൂച്ചിപ്പേര. നിന്റെ അച്ഛന്റെ ആദ്യത്തെ സമ്പാദ്യം. ആ, എങ്കിൽ അവിടെ ഉണ്ട് മനസ്സജനും കുട്ടിമണി. ഏ, അവിടെയോ? ആരാ അവരെ അവിടെ കയറ്റി താമസിപ്പിച്ചത്? അച്ഛൻ തന്നെ. ഉടയോൻ എന്തു ആവാലോ. നിന്റെ അച്ഛനോ? എനിക്ക് പിന്നെന്താ വേറെ അച്ഛനുണ്ടോ? എന്റെ അച്ഛനെന്ന് പറയുന്ന മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പി. അയാളാ അവരെ അവിടെ കയറ്റി താമസിപ്പിച്ചതെന്ന് ഉറപ്പാണോ? അല്ലാതെ അവർക്ക് പൂട്ട് പൊളിച്ച് അകത്ത് കയറാനൊന്നും പറ്റത്തില്ലല്ലോ. വിവരം കൃത്യമാ. എങ്ങോട്ട് പോണോന്നറിയാതെ പെരുവഴിയിൽ മാനം നോക്കിയിരുന്ന മനസ്സജിനെയും കുട്ടിമണിയും കാറുമായിട്ട് കൂട്ടിക്കൊണ്ടു പോയത് മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയാ. മനസ്സജന്റെയും കുട്ടിമണിയുടെയും കൂടെ അവനും ഉണ്ട്. ആര്? ശിവയോ? ശിവയല്ല, ശിവയെക്കാളും കൂടുതൽ ഇപ്പം മനസ്സജിനുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ആ പെരുങ്കള്ളം പിച്ചള. കേട്ടത് ശരിയാണെങ്കിൽ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. അതെനിക്കറിയാം. എന്തു വേണോന്ന് അമ്മയോടൊന്ന് ചോദിച്ചിട്ടാവാന്ന് കരുതി. പോയി തകർത്തിട്ട് വാടി. ഇനി എന്തു വേണോന്ന് എനിക്കറിയാം. അച്ഛൻ കാറ്റ് വിതച്ചു. ഇനി കൊടുങ്കാറ്റിന്റെ വിളവെടുപ്പ് കൂടി നടക്കട്ടെ. ചേർന്നാ അതെ, മനുഷ്യനെ റോഡിൽ പോയിരിക്കുവാണേ. ഞാനേ ഇവിടെ ആകെ പേടിച്ചങ്ങിരിക്കുവായിരുന്നേ. മനുഷ്യൻ ഓടി വരാന്ന് പറഞ്ഞു. ഞാനേ മനുഷ്യൻ ഓടി വരുന്നേ നോക്കി ഇരിക്കുവായിരുന്നു. അല്ല കൊച്ചേച്ചി എന്നെ കാണാൻ വന്നെയാണാ? അതേടി, ആണാ? നിന്നെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. എനിക്ക് എന്തേലും തിന്നെ കൊണ്ടുവന്നായിരുന്നോ? ഞാനേ അങ്ങ് വിശന്ന് നിക്കുവായിരുന്നു. അപ്പൊ മനുഷ്യൻ പറഞ്ഞു ബർഡ് മേടിച്ചു തരാന്. മനുഷ്യനെ ബർഡ് മേടിച്ചാൻ പോടാ. നിന്നെ ഞാൻ ബർഡും ബ്രെഡും ഒക്കെ തീറ്റിക്കടി. ഇങ്ങോട്ട് ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങ്. ആരോട് ചോദിച്ചിട്ടാടി നീ ഈ വീട്ടിൽ കയറി താമസിച്ചത്? ഇറങ്ങടി. അത് കൊച്ചിന്റെ അച്ഛയാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച്. ഞങ്ങളോടുണ്ടല്ലോ ഈ വീട് എത്തോളാന്നും പറഞ്ഞു. എടി ഇങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് വാ. നിക്കോടെ. കൊച്ചേച്ചിയുടെ അച്ഛയുടെ വീട്ടിൽ താമസിക്കാൻ നീ ആരാടി? അയാളുടെ രണ്ടാമത്തെ മോളോ ആണോ? കുഞ്ഞുമണി, നീ ഈ വീട്ടിൽ താമസിക്കാനോ? അത് എന്നെ വെല്ലുവിളിച്ചിട്ട് എന്റെ അമ്മയെ തലയടിച്ച് കീറി വീൽ ചെയറിലിരുത്തിയ നീ ഇവിടെ താമസിക്കാനോ? എനിക്ക് ജീവനുള്ളപ്പോ ഞാൻ അതിന് സമ്മതിക്കൂടി? നീയും നിന്റെ ഒരു മനസ്സജൻ ഇങ്ങോട്ട് വാടി. എന്റെ മൂക്കിന് താഴെ എന്നെ വെല്ലുവിളിച്ച് നീ വന്ന് താമസിക്കോടി. എങ്കിൽ അതൊന്ന് കാണണല്ലോ. ഇങ്ങോട്ട് വാടി, ഇറങ്ങിപ്പോ. നീയും ചാവണം, നിന്റെ കുഞ്ഞുമണിയും ചാവണം. ഇവിടെ താമസിക്കേണ്ട നീ. നിന്റെ കുഞ്ഞിനെ ഇവിടെ വളർത്തേ വേണ്ട. പോ അങ്ങോട്ട്.
മനുഷ്യ കുട്ടു എന്താ കുട്ടു നമ്മളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇറങ്ങി പോയില്ലെങ്കിൽ കൊല്ലുന്നു പറഞ്ഞു. നീ എന്താണ് ഇവിടെ? നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ അറിയാതെ ഇവനെ കൂട്ടുപിടിച്ചൊരു സഖ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എനിക്കെതിരെ പടക്കി നിൽക്കുവാണോ? നിനക്കെതിരെ പടക്കി നിൽക്കാൻ എനിക്ക് എന്തിനടി സഖ്യം? ഓ, എന്തായാലും എന്റെ ചോരയിൽ പിറന്ന മോളല്ലേ നീ. നീ മുട്ടിലെഴിഞ്ഞതും പിച്ച വെച്ചതും പിന്നെ നിവർന്നു നിന്ന് എന്റെ നെഞ്ചിന് നേരെ നീ വിരൽ ചൂണ്ടുന്നതും കണ്ടു നിന്നൊരു അച്ഛനല്ലേ ഞാൻ. അതുകൊണ്ട് നീ ഏതളവ് വരെ പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് നിനക്കിട്ട് രണ്ട് തരാനോ നിന്നെ ഒതുക്കാനോ ഈ മഹാദേവൻ തമ്പിക്ക് ഒരു സഖ്യത്തിന്റെ ആവശ്യമില്ല. സഖ്യമുണ്ടാക്കി സ്വന്തം അച്ഛന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചവളല്ലേ നീ. ഒളി യുദ്ധവും നേർക്കുനേർ യുദ്ധവും പിന്നെ ചതിക്കണികളും അങ്ങനെ ചെയ്ത് ശീലിച്ച നിനക്ക് ആരെങ്കിലും രണ്ടുപേർ മാറി എന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അത് സഖ്യമായിട്ടേ തോന്നൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അമ്മയുടെ ഗുണവാദം പകർന്നു കിട്ടിയിരിക്കുന്നത് ആ ഗുണം. ഇവന്റെ മുമ്പിൽ നിന്ന് കൂടുതൽ ഷൈൻ ചെയ്താലുണ്ടല്ലോ. മതി, എന്താ മതി ഇത്? നിർത്തടാ. നീ ആരാടാ എന്റെ പേര് വിളിക്കാൻ? ഓ, ഇപ്പൊ അങ്ങനെയൊക്കെയോ? അതെ, അതേടാ. നീ പിന്നെ എന്താടാ വിചാരിച്ചത്? നീ എന്നെ ചതിച്ചു പോയെന്ന് കരുതി ഞാൻ ആയുഷ്കാലം കരഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാധാരണ പെണ്ണാണ് ഞാനെന്ന് നീ കരുതിയോ? നീ എന്റെ അച്ഛനെ കൂട്ടുപിടിച്ചിട്ട് എനിക്കെതിരെ യുദ്ധത്തിന് വരുന്നു. ഇയാളുടെ ഔദാര്യത്തിൽ ഇവിടെ താമസിച്ചിട്ട് എന്നെ ചലഞ്ച് ചെയ്യാൻ വരുന്നു. ഞാൻ ആരോടും ചലഞ്ചിനും യുദ്ധത്തിനും ഒന്നുമില്ല മതി. നടു റോഡിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്നപ്പോ മതിയുടെ അച്ഛൻ താമസിക്കാൻ ഒരു വീട് തന്നു. അത് ആയുഷ്കാലത്തേക്ക് മനസ്സിന്റെ പേരിൽ എഴുതി പതിച്ചു തന്നിട്ടൊന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ ഞങ്ങൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. കയറി കിടക്കാൻ മറ്റൊരിടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ പോയേനെ. കയറി കിടക്കാൻ ഇടമില്ലാത്തവരെ വല്ല കടത്തിണ്ടയിലും പോയി കിടക്കണം. അല്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ? അത് തീരുമാനിക്കാൻ നീ ആരടി? ഇതേ നിന്റെ അമ്മയുടെ വീട്ടിൽ നിനക്കിട്ട് ഓഹരിയൊന്നുമല്ല. മാണിക്യമംഗലത്ത് മഹാദേവൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കുണ്ടാക്കിയ ആദ്യത്തെ അസറ്റ. ഇവിടെ ആര് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതിവിടെ വേണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങളുടെ ഈ ആദ്യത്തെ അസറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ നിധി കുംഭം പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ മൺപുര, ഇത് ഞാൻ ഇടിച്ചു നിരത്തി കളഞ്ഞാലോ? ഇത് നീ പറഞ്ഞതിന് മാത്രമല്ല, ഒട്ടും ബുദ്ധിയില്ലാത്ത ഈ കൊച്ചിനെ നീ ഇവിടെ വന്ന് തല്ലിയതിനാ. എനിക്ക് സംരക്ഷിക്കാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാടി ഞാൻ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോ സ്പോട്ട് പേയ്മെന്റ് ആടി മഹാദേവൻ തമ്പി. അന്ന് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത് നീ കണ്ടതല്ലേ, ഇപ്പോ നിനക്കും കിട്ടി. എന്നെ തല്ലിയല്ലേ? ഇതിന് പകരം വീട്ടിഞ്ഞ്. സാരമില്ലടി, മകളുടെ കൈകൊണ്ട് മരിക്കാനാണ് മഹാദേവൻ തമ്പിയുടെ വിധിയെങ്കിൽ അങ്ങനെ. ഞാൻ നിനക്ക് ജന്മം തന്നു, നീ എന്റെ ജന്മം എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം എന്ന് ഞാനും കൂട്ടും. വച്ചിട്ടുണ്ട് ഞാൻ. നീയൊന്നും ഇവിടെ ഉറങ്ങത്തില്ല. ഈ വീട് നിനക്കൊക്കെ അരക്കില്ലോ ആവുന്നത് മതികല കാണിച്ചു തരാടാ. കുട്ടു, കുഞ്ഞോനെ നിനക്ക് നൊന്തോടി. നീ പേടിച്ചല്ല കേട്ടോ. ഞാനേ അമ്മ എന്റെ അമ്മ. മനുഷ്യനും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇപ്പൊ കൊച്ചേച്ചിയുടെ അച്ഛയും ഉണ്ട്. നിന്നെ തല്ലിയല്ലേ? അതും അവന്റെ അവളുടെ മുമ്പിൽ വെച്ച്? അതെ. അത്രയ്ക്ക് ധൈര്യമായോ അയാൾക്ക്? ഇപ്പോ രണ്ടും കൽപ്പിച്ചൊരു കളിക്ക് ഇറങ്ങിയേക്കാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ നിക്കത്തില്ല. അമ്മ പറഞ്ഞിട്ടാ ഞാൻ അവളെ ഇറക്കി വിടാ പോയത്. ഇറക്കി വിട്ട് ഗേറ്റ് പൂട്ടിയിടാൻ നോക്കിയതുവാ. അന്നേരത്തേക്ക് അങ്ങനെ വന്നു. എന്ത് ബന്ധത്തിന്റെ പേരിലാ അയാൾ മനസ്സുജനെയും കുട്ടിമണിയെയും സംരക്ഷിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് ധൈര്യത്തിന്റെ പേരിൽ? അതെന്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് അപകടമാണ്. 100% അപകടം. അയാളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ മനസ്സുജൻ? എന്നിട്ടിപ്പോ അത് ഞാനും മനസ്സുജനും ഒന്നിച്ചു നിന്നപ്പോ. അതെ, ഇപ്പൊ നിങ്ങൾ രണ്ടു വഴിക്കാണല്ലോ. മനസ്സുജനെ ഞാൻ ശത്രുവായി കണ്ടു തുടങ്ങിയതോടെ അയാൾ മിത്രമാക്കി. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. എന്താണ് അവർക്ക് പിന്നിലെ ബന്ധമൊന്നും നീ കണ്ടെത്തണം.
അത് കഴിഞ്ഞു മതി ഏതെങ്കിലും തരത്തിലുള്ള മൂവ്. വെറുതെ ഇരുട്ട താഞ്ഞടിച്ച് അടി സ്വന്തം തലയിൽ തന്നെ വാങ്ങണ്ട. ആരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ? അണ്ണാച്ചി, സഞ്ജു, ശിവ. തീറ്റി വളർത്തുന്നുണ്ടല്ലോ നീ 3 വേട്ടപ്പട്ടികളെ. അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നത് ഞാൻ അറിയുന്നില്ലെന്നാണോ നീ കരുതിയത്? ഒന്നമ്മയുടെ ആങ്ങളുടെ മോനല്ലേ? ആരായാലും പാഴ്ചെടികളെ പിഴുതു കളഞ്ഞേക്കണം. അന്നും മനസ്സുജനും കുട്ടിമണിയും കൂടി എന്നെ ആക്രമിച്ചപ്പോ ഇവൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, സഞ്ജു. എന്നിട്ടെന്നെ രക്ഷിക്കാൻ പറ്റിയോ? അതുകൊണ്ട് ഇനി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടു മതി. സഞ്ജുവിനോട് ഞാൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ണാച്ചിക്ക് വേറൊരു അസൈൻമെന്റ് ഉണ്ട്. ആ മൈലമ്മ ആരാണെന്ന് കൃത്യമായി കണ്ടെത്തണം. അവളുടെ വരവിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. എനിക്കത് സ്മെല്ല് ചെയ്ത് തുടങ്ങി. ശിവയോ? ശിവയെ തൽക്കാലം കത്തിന് പിന്നിൽ നിർത്താനേ കഴിയും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അമ്മേ, ആ CAക്ക് കൃത്യമായ ചില സംശയങ്ങളുണ്ടെന്ന് ശാരദാമ്മയുടെ മരണത്തിൽ. ഇപ്പൊ ചില ഊഹങ്ങളുടെ പിന്നാലെ ആയിരിക്കും അയാൾ. പക്ഷേ കൃത്യമായ എന്തെങ്കിലും തെളിവുകളോ ശിവയോ എങ്ങാനും അയാളുടെ കൈ തടഞ്ഞ ആ ഒരു ഒറ്റ എവിഡൻസ് വെച്ച് CA അയ്യപ്പൻകുട്ടി നമ്മളെ വിഴുങ്ങും. സൂക്ഷിക്കണം. ഞാൻ നിന്റെ അങ്കിളിനോട് വല്ലതും പറയണം? തൽക്കാലം ഒന്നും വേണ്ട. ചുറ്റും നടക്കുന്ന ചലനങ്ങൾ അറിയാൻ നമ്മൾ ആദ്യം സ്വയം നിശബ്ദരായി ഇരിക്കുക എന്നതാണല്ലോ. എന്താണ് CAയുടെ മൂവ്മെന്റ് എന്നൊന്ന് അറിയട്ടെ. അതിനു മുമ്പ് എന്താണ് മഹാദേവൻ തമ്പി എന്ന എന്റെ അച്ഛന്റെ നീക്കങ്ങൾ എന്ന് അറിയണം. മതി, അതു മതി. കരുതലോടെ മതി. തൽക്കാലം ജയിച്ചു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നിക്കോട്ടെ. നിന്റെ കരണത്ത് അയാൾ കൈവച്ചെങ്കിൽ നൊന്തതെനിക്കാ. 5ാമത്തെ വയസ്സു മുതൽ അയാള് തന്ന ഓരോ അടിയും ഒന്നുപോലും പോകാതെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നവളാ മതികല. പലിശയും പിഴപ്പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാൻ. ഞാനിപ്പോ വേറെ അത്യാവശ്യമായിട്ട് വേറെ അടുത്ത് നിൽക്കുകയാണ്. വേറൊരു അത്യാവശ്യമായിട്ട് വേറൊരിടത്ത് നിൽക്കുകയാണെന്നോ? അതെവിടാ? എന്ത് അത്യാവശ്യമോ? എടാ, എന്ന് വെച്ചാ മറ്റൊരു അത്യാവശ്യമായിട്ട് മറ്റൊരിടത്താണ്. ഫോൺ വെക്കടാ. അവന്റെ കള്ളുടിക്കാനുള്ള ആക്രാന്തം. അവന്റെ ഭാവം കണ്ട തോന്നും എന്നോട് ഭയങ്കര സ്നേഹാണെന്ന്. ഓ, പിന്നെ ആ പിശാചാണോ? അയ്യോ, ആന്റി. ഹലോ ആന്റി. ആന്റി തന്നെത്താൻ ഫോണെടുത്ത് വിളിക്കാറൊക്കെ ആയോ? മതികല മോള് ഇപ്പൊ നിന്നെ കാണാൻ വരും. ഓ, നല്ല നൊന്ത അവള് വരുന്നത്. അയ്യോ, എന്താ കാര്യം ആന്റി? മതിയെന്നെ വിളിച്ചിരുന്നു. ഞാൻ മതിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ എന്താ കാര്യം പറഞ്ഞില്ല. കാര്യം അവളുടെ അച്ഛൻ അവളുടെ ശത്രുക്കളെ സംരക്ഷിക്കുന്നു. ചോദിക്കാൻ ചെന്ന അവളുടെ കർണത്തടിച്ചു അയാള്. അയ്യോ, മതിയെ തല്ലിയെന്നോ അങ്കിള്? ആ, എന്തു വേണോന്ന് ഞാൻ അവളോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവള് പറയും. ആന്റി, മതി വരുന്നുണ്ട്, വച്ചോ. എന്താ മതി, എന്താ പ്രശ്നം? ഇപ്പോ ആന്റി വിളിച്ചിരുന്നു. മകള് പെരുവഴിയിലാക്കിയ മനസ്സുജനെയും കുട്ടിമണിയും സംരക്ഷിക്കാൻ അച്ഛൻ, മഹാമനസ്കനായ മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പി. അതെങ്ങനെ ശരിയാവും മതി? അത് ശരിയായടാ. ചേരാത്ത സമവാക്യങ്ങൾ ചേർന്നു. മതി, മനസ്സുജൻ അങ്കിളിന്റെ സഹായം സ്വീകരിക്കുന്ന പറഞ്ഞ മനസ്സുജന്റെ മനസ്സിലേക്ക് ഞാൻ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് ഊതിക്കയറ്റിയ പകയുടെ തിരിച്ചിറങ്ങി തുടങ്ങിയെന്ന്. അല്ലിയുടെ ദുരന്തത്തിന് പിന്നിൽ 1% പങ്കെങ്കിലും മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പിക്ക് ഉണ്ടായിരുന്നുവെന്ന മനസ്സുജന്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടിയിരിക്കുന്നു. അപ്പോ അതിനർത്ഥം മനസ്സുജന്റെ മനസ്സിലെ ശത്രുനിരയിൽ നീയും നിന്റെ അച്ഛനും ആവും മുന്നിൽ. അയ്യോ, പദപ്പിന് പിച്ചാത്ത് കയറും മോനെ. ഒരിക്കലും ചേരേണ്ടവരല്ല മഹാദേവൻ തമ്പിയും മനസ്സുജനും. മനസ്സുജനെ ശത്രുവായി കണ്ടിരുന്ന അച്ഛനിപ്പോ മനസ്സുജനെ മിത്രമായി കണ്ട് ചേർത്ത് പിടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. 1, എന്നോടുള്ള വാശി. 2, മനസ്സുജൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ്. കാര്യം എന്തായാലും അവർ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല സഞ്ജു.
മതികലെ സംബന്ധിച്ച് അത് വലിയൊരു പരാജയം തന്നെ. ഷടാ, ഇതൊരുമാതിരി ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് അമേരിക്കയെ ആക്രമിക്കാൻ പോയി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിക്കാതിരിക്കാൻ അമേരിക്ക എന്ത് ചെയ്യണം? ഇന്ത്യക്കും പാകിസ്ഥാനും പരസ്പരം പോരടിക്കാൻ അവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം. യുദ്ധമുഖത്തെ എല്ലാ കാലത്തെയും കുറുക്കൻ തന്ത്രം അതാടാ സഞ്ജു. ഡിവൈഡ് ആൻഡ് റൂൾ. കുട്ടനും മുട്ടനും കൂട്ടിയിടിച്ച ചോര ചെന്നായയ്ക്കും. അതാണ് യുദ്ധസമവാക്യം. അല്ല, ആന്റി എന്ത് പറഞ്ഞു? ആലോചിച്ച് നീങ്ങാൻ. എന്താണ് മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പിയുടെ മനംമാറ്റത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ. അത് കണ്ടെത്തണം. ശത്രുക്കളെല്ലാം ചേർന്ന് മതികിലേക്കെതിരെ ഒരു പുതിയ സഖ്യം ചമയ്ക്കുവാണെന്ന് എനിക്കറിയാം. എല്ലാം ഞാൻ ഏറ്റു. മതി, ധൈര്യമായിട്ടിരിക്കും. അയ്യോ, അങ്ങനെ എല്ലാം ഏറ്റെന്ന് പറഞ്ഞെന്നെ വരട്ടല്ലേ സഞ്ജു. എല്ലാം ഏറ്റുപോലും. ഏറ്റെടുത്ത ഏത് കാര്യമാടാ നീ ഭംഗിയായിട്ട് നടത്തിയിട്ടുള്ളത്? പ്രോഗ്രസ് കാർഡിൽ ഒരു വിഷയത്തിന് 10 മാർക്ക് പോലും തികച്ച് വാങ്ങിക്കാത്തവൻ റാങ്ക് മേടിക്കുമെന്ന് പറഞ്ഞ് വരട്ടരുത്. നീ എന്റെ അച്ഛനെ ഫോളോ ചെയ്യണം, അങ്ങേരെ അറിയാതെ. അല്ലെങ്കിൽ അന്ന് ഓഫീസിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയതുപോലെ ആയിരിക്കണം. ഇല്ല. പിന്നെ പിന്നെ അല്ല, ശിവ എവിടെ? ശിവ, അവനെ ഞാൻ വേറൊരു അസൈൻമെന്റ് ഏൽപ്പിച്ചിരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? നീ ചോദിക്ക്. സത്യത്തിൽ ശിവയല്ലേ ശാരദാമ്മയെ? ഷടപ്യൂ. അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, കേട്ടല്ലോ നീ? മനസ്സുജനും കുട്ടിമണിക്കും താമസിക്കാൻ മഹാദേവൻ തമ്പി വക വീട്. കൊള്ളാട സഞ്ജു. ഒരർത്ഥത്തിൽ പറഞ്ഞ ദൈവം അല്ലല്ല, മാണിക്യമംഗലത്തെ മഹാമനസ്കനായ എന്റെ അച്ഛൻ അങ്ങേരെ തല്ലാൻ എന്റെ കയ്യിലേക്ക് വെട്ടിവെച്ചു തന്ന വടിയായത്. എങ്ങനെ? മനസ്സുജനെയും കുട്ടിമണിയെയും വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതാരാ? മഹാദേവനങ്കിൾ. അവർക്ക് വീടെടുത്തു കൊടുത്തതാരാ? മഹാദേവനങ്കിൾ. അവരെ ഇപ്പോ സംരക്ഷിക്കുന്നതാരാ? മഹാദേവനങ്കിൾ. അപ്പോ അവരാ വീട്ടിൽ ചത്തുകിടന്ന ഉത്തരം പറയേണ്ടതാരാ? മഹാദേവനങ്കിൾ. അപ്പോ അതിന്റെ പേരിൽ ജയിലിൽ പോവേണ്ടതോ? അതും മഹാദേവനങ്കിൾ. ഈ ഒരു തുറുപ്പ് ചീട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാ പൊന്നു മോനെ മതികല ഈ കളി കളിക്കാൻ പോകുന്നത്. പകയുടെ പഴയ കനൽ കൂമ്പാരം ഒന്ന് കുത്തിയിളക്കി വിടുകയും ചെയ്യും. പൊട്ടട്ടെ കുറച്ച് തീപ്പൊരികള്. ഉച്ചി തഴുകിയ കൈകൊണ്ട് ഉദകം. മനുഷ്യ ഓ മനുഷ്യ ഓ മനുഷ്യ, എന്നതാ കുട്ടു? അല്ല, എന്തിനാ ഈ മരം കുഴിച്ചു വെക്കുന്നേ? ആ, മരം കുഴിച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വളർത്തും. അതെങ്ങനാ? മരം ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിക്കും. അപ്പൊ മരം വളർന്ന് വളർന്ന് മുട്ട മരവും. മനസ്സിലായ? അതെ, ശരി. അപ്പോ വളർന്ന് വളർന്ന് മുട്ടനാവാനാണോ ഇങ്ങനെ കുഴിച്ചു വെക്കുന്നേ? അതെ. മനുഷ്യ, ഞാനേ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ, തുടങ്ങി. ചോദിക്ക്, എന്താന്ന് അറിയട്ടെ. അതെ, ഇന്നാളുണ്ടെങ്കിലേ ഞങ്ങളുടെ ശാന്തേച്ചിയുടെ അവിടുത്തെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നേ. ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പനെ കുഴിച്ചിട്ടായിരുന്നു. എന്നിട്ട് ആ അപ്പൂപ്പൻ വളർന്നു വന്നില്ലല്ലോ. എന്റെ പൊന്നു കുട്ടിമണി, മനുഷ്യനെ കുഴിച്ചിടുന്നത് എപ്പോഴാ? മനുഷ്യൻ ചത്തുപോകുമ്പോ. അപ്പൊ ഈ ചെടി ചത്തു എന്നാണോ മനുഷ്യൻ കുഴിച്ചിട്ടേ? ഓ, എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഞാൻ ഇപ്പൊ കളയുവേ. എടി, മരവും ചെടിയും ഒക്കെ കുഴിച്ചു വെച്ചാലേ അത് വളരത്തുള്ളൂ. അതിങ്ങനെ മണ്ണി കുഴിച്ചു വെക്കുമ്പോ അതിന്റെ വേര് മണ്ണി പിടിച്ച് വളവും വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് അതിങ്ങനെ വളരും. അങ്ങനെ വളർന്നു വളർന്നു വളർന്ന് ഒരു മുട്ട മരവും. അല്ല മനുഷ്യ. ഓ, പിന്നെയും തുടങ്ങി. എന്നതാ? അതെ, നമ്മളെയും ഇങ്ങനെ കുഴിച്ചിട്ടേ അങ്ങനെ അങ്ങ് വളർത്തിയ പോരായിരുന്നോ? എന്തിനാ നമ്മളിങ്ങനെ ഓടി നടന്ന് വളരുന്നേ? ഞാൻ പറഞ്ഞു, മനുഷ്യൻ വേറെ ചെടികൾ വേറെ. ഓരോന്നിനും ഓരോ രീതികളൊക്കെ ഉണ്ട്. മനുഷ്യനിപ്പോ അങ്ങനെ ഓരോന്നൊക്കെ അങ്ങോട്ട് പറയും.
ചുമ്മാ മണ്ടത്തരങ്ങള് പൊട്ടത്തരം. എന്നാ ബുദ്ധിയുള്ള ഞാൻ പറഞ്ഞൊരു കേക്കത്തൂല്ല. ബുദ്ധിയുടെ കൂടുതലൊന്നും പറയരുതേ. എന്റെ ദൈവമേ, ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇനിയൊരു കുഞ്ഞുണ്ടാകുമ്പോ അതിനെ എങ്ങനെ വളർത്തുവെന്തോ ഓർക്കുമ്പോഴേ പേടിയാവുന്നടി. കുട്ടിമണി, മതികലയുടെ അച്ഛന് അങ്ങനെ ഒരു മനസാക്ഷി തോന്നിയല്ലേ? അദ്ദേഹം അല്ലെങ്കിൽ ഒരു പാവം. പക്ഷേ ഏട്ടത്തി, സിജന് കലയുടെ അച്ഛനോട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തൽക്കാലം അതൊന്നും ചിന്തിക്കണ്ട. ദൈവം തന്നൊരു വഴിയാ, അത് സ്വീകരിക്കുക. നല്ല രസമുള്ള വീട്. എന്തായി കാണിക്കുന്നത്? ഇതോ ഇത് സൂക്ഷിച്ചു കളിക്കണം കേട്ടോ, താഴെ കളയല്ലേ. സീതേടത്തി ഇവിടെ വിരുന്നുകാരിയായി വന്നിട്ട് സീതേടത്തി തന്നെ അടുക്കളക്കാരിയാവെന്ന് വെച്ചാ? ഓ പിന്നെ, ഞാൻ ഇവിടുത്തെ വിരുന്നുകാരിയല്ലേ, ഒന്ന് പോ മനസ്സില. സത്യം പറഞ്ഞ എനിക്കാണെങ്കിൽ ഇന്നൊരു മൂടും ഇല്ലായിരുന്നു ജോലി ചെയ്യാനായിട്ട്. ഇവളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചാ പറ്റുമോ? എന്നെ കൊണ്ട് ഉണ്ടാക്കി കഴിച്ച എന്റെ പൊന്ന് സീതേടത്തി, ഞാനൊരു ദിവസം കറിക്കരിഞ്ഞു വെച്ച പച്ചക്കറി നോക്കുമ്പോ ഇവള് സോപ്പ് കൊണ്ട് കഴുകുവാ. വൃത്തിയായിട്ട് കഴുകി മനുഷ്യന് ഞാൻ നല്ല രുചിയായിട്ട് ഗ്ലാസ്സിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തരുന്നില്ലേ? നന്നായി. കലത്തിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് തരുന്നതിനാ ഇവളീ പറയുന്നത്. രുചിയായിട്ട് വെള്ളം ഉണ്ടാക്കി തരുന്നു. അവളുടെ ഭാവം കണ്ടാ തോന്നും അവള് മുറ്റത്ത് കിണർ കുത്തി അതിന്ന് വെള്ളം കൊണ്ട് തരികയാണെന്ന്. ഞാൻ വേണമെങ്കിൽ മുറ്റത്തൊരു കിണറും. എന്റെ പൊന്നു കുട്ടു, നീ മുറ്റത്ത് കിണറും കുത്തണ്ട, നീ വീട് കുളം തോണ്ടുകയും വേണ്ട. എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടി അങ്ങ് ജീവിച്ചു പോയാ മതിയേ. കേസിന്റെ കാര്യം ഇനി എങ്ങനെ സിജ? പോലീസ് ഉടനെ കുറ്റപത്രം സമർപ്പിക്കും, എന്നിട്ട് വിചാരണ തുടങ്ങും. സത്യം പറയല്ലോ സിജ, ഇതിനകത്തൊരു ചതിയുണ്ട്. ഈ നടന്നിരിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സംഭവം. ശത്രു നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം. അരിവിയല് മതി, അരിവിയല്. ഇന്ന് കുട്ടിമണിക്ക് ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു പായസം കൂടെ വെച്ചിട്ട് സീതെടുത്ത് പോവുള്ളൂ. ആ, ഒരു കുഞ്ഞു പാൽ പായസം. വെള്ളം വന്നു. ചെന്നൈയിൽ ഉണ്ടായില്ലല്ലോ ഇത്രയും വലിയ വെള്ളപ്പൊക്കം. ഒന്നുമില്ല, അതൊക്കെ നമ്മൾ പത്രം വായിക്കുന്നവര് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാ. എനിക്കും പത്രം വായിച്ചാനൊക്കെ അറിയാം. അതെ, വീട്ടിലൊരു പത്രം വേണം. നാളെ തൊട്ട് ഇവിടെ അങ്ങോട്ട് ഇടാൻ പറയാം. നമ്മുടെ അപ്പത്തെ വീട്ടിലെ രാവിലെ ഒരുത്തൻ സൈക്കിളെ വന്നിട്ട് പത്രം ഇട്ടിട്ട് പോന്ന ഞാൻ കണ്ടായിരുന്നു. കേട്ടോ ചേച്ചി? ഞാൻ കഴിഞ്ഞ ദിവസം കാലത്ത് നോക്കിയപ്പോ ഒരുത്തൻ അപ്പുറത്തെ വീട്ടിലെ സൈക്കിളെ വന്ന് എന്തോ എറിഞ്ഞിട്ട് പോന്നു. പിന്നെ മനസ്സിലായത് പത്രമാണ്. നമ്മച്ച വേണം ഒരു പത്രം. മലയാളം പത്രം മതിയോ അതോ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അതിലേതാ വേണ്ടത്? അതാവുമ്പോ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. കുട്ടിമണിക്ക് ഒരു പത്രമൊക്കെ വരുത്തി കൊടുക്കും മനസ്സിജ. കുട്ടിമണിയും വായിച്ചു തുടങ്ങട്ടെ. അവളെ എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. വീട്ടിലൊരു ബോർഡൊക്കെ വാങ്ങിച്ചു വെച്ച് അത് തുടങ്ങാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അന്നേരം എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നത്. പ്ലീസ്, ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതൊക്കെ. ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് സിജിനോട് ചിലർ സംസാരിക്കാനുണ്ട്. ഞാൻ ഈ കറിക്കരിഞ്ഞത് അടുപ്പത്ത് വെച്ചിട്ട് വരാം. എന്റെ മനസ്സിൽ കുറച്ചു നാളായിട്ട് കിടന്ന് തികട്ടുന്ന ചില കാര്യങ്ങളാ, ചില സംശയങ്ങൾ. എനിക്കതറിയണം. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. ശരി. ഇതെല്ലാം പരിക്കേട്ട് മുറ്റത്ത് കൊണ്ടിട്ടാലോ? അറ്റപ്പൂ ഇടാം, അറ്റപ്പൂ. സീതേടത്തി, എന്താ അറിയാനുള്ളത്? അറിയാനുള്ളത് ചോദിക്കുന്നതിന് മുമ്പ് എന്റെ ചില സംശയങ്ങൾ ഞാൻ പറയട്ടെ. പറ സീതേടത്തി. കണ്ണും കാതും മൂടപ്പെട്ടവനെ പോലെയാ മനസ്സിജനിപ്പോ. ശത്രുവിനെ മനസ്സിജന് നന്നായിട്ടറിയാം. ശത്രുവിന്റെ രീതികളും അറിയാം. ശത്രു എന്തൊക്കെ ചെയ്യുമെന്നും എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്നും എത്ര വേഗത്തിൽ സഞ്ചരിക്കുമെന്നും
ഏതൊക്കെ ഊടുവഴിയിലൂടെ കുതിക്കുമെന്നും മനസ്സിജനറിയാം. എന്നിട്ടും കുട്ടിമണിയാണ് അമ്മയെ കൊന്നതെന്ന് മനസ്സിജന് വിശ്വസിച്ചോ? ഇല്ല, ഒരിക്കലുമില്ല. കണ്ടില്ലേ സീതയെടുത്ത് എന്റെ കുട്ടുവിനെ? സ്നേഹിക്കാനേ അവൾക്കറിയൂ. അല്ലറ ചില്ലറ വഴക്കുണ്ടാക്കുന്നല്ലാതെ ആരെങ്കിലും കൊല്ലാൻ അവൾക്ക് കഴിയുമോ? അവള് കൊല്ലും. സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഏതൊരു കർമ്മത്തിനും ഒരു കർത്താവുണ്ട്. അപ്പോ ആരായിരിക്കും അത് ചെയ്തത്? എല്ലാ വാതിലുകളും അടച്ചിട്ട വയലോരം വീട്ടിനുള്ളിൽ നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ അമ്മയെ കൊന്നത് ആരാ? ആരാ സിജാദ്? എന്തായാലും വയലോരം വീട്ടിലെ ശാരദാമ്മയുടെ മരണം ഒരു കൊലപാതകമാണ്. അതാരായിരിക്കും? സീതയെടുത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? അവളായിരിക്കും സിജാദ്. ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് സിജന് മനസ്സിലായി കാണും. മുഖത്തൊരു പുഞ്ചിരി ഒട്ടിച്ച് വിഷപ്പലുവായി നടക്കുന്ന ആ യക്ഷി മതികല. അവളറിയാതെ അവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ സീതയെടുത്തി, ഞാൻ അറിഞ്ഞത് മതികലയായിട്ടും ഇന്ദുവേട്ടത്തിയായിട്ടും അമ്മ വലിയ സ്നേഹത്തിലായിരുന്നു. മനസ്സിജ, ഉള്ളിലൊരു കടലോളം സങ്കടം ഉണ്ടെങ്കിലും മുഖത്തൊരു പുഞ്ചിരിയായി നടക്കുന്ന ആളാ അമ്മ. ആരൊക്കെ നോവിച്ചാലും അമ്മ അവരെ മക്കളേന്ന് വിളിച്ച് സ്നേഹിക്കത്തേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ അറിയാത്തത് എന്തോ വയലോരം വീട്ടിൽ നടന്നിട്ടുണ്ട്. ഒന്നുകിൽ മതികല ആരാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് മനസ്സിനെ കൊണ്ട് കുട്ടിമണിയെ കല്യാണം കഴിപ്പിച്ചതെന്ന രഹസ്യം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതറിഞ്ഞ് അമ്മ ചിലപ്പോ ബാലേട്ടനോടോ രവിയോടോ പറയുമെന്നുള്ള പേടികൊണ്ട്. അല്ലയെടുത്തി, കുട്ടിമണി അമ്മയാണ് ആ മുറി കടന്നിരുന്നത്. അതിനകത്ത് കയറി ചെന്ന് മതികല കുട്ടിമണി എന്തൊക്കെയോ പിച്ചും പേയും പോലെ പറഞ്ഞു. കൂടുതലും അവള് കാണുന്ന സ്വപ്നങ്ങളാ പകല് പറയുന്നതെന്ന് സീതയെടുത്തേക്ക് അറിയാലോ. എന്റെ പേര് പറയുന്നു, കണ്ടം പൂച്ച വന്നെന്ന് പറയുന്നു, അങ്ങനെ പലതും. അവൾ എന്തു സ്വപ്നം കാണുന്നോ അതൊക്കെ അവൾ പറയും. അതൊക്കെ വെച്ച് നമുക്ക് ആരെയും സംശയിക്കാൻ പറ്റില്ലല്ലോ ഏട്ടത്തി. കുട്ടിമണി പറഞ്ഞത് വെച്ച് സിജൻ ആരെയും സംശയിക്കണ്ട. സിജൻ സിജന്റേതായ രീതിയിൽ മുന്നോട്ട് പോകണം, കാര്യം അന്വേഷിക്കണം. അതിന് സിജനെ സഹായിക്കാൻ ആ കുട്ടിക്ക് പറ്റും, മയിലമ്മയ്ക്ക്. പിന്നെ എന്താണ് ഞാനും മതികലയും തമ്മിലുള്ള ബന്ധമെന്ന് അറിയണമെങ്കിൽ, എന്തിനാണ് ഞാൻ വയലൂരം വീട്ടിലേക്ക് വന്നതെന്ന് അറിയണമെങ്കിൽ കഥ ഒരുപാട് പിന്നിലേക്ക് പോകണം സീതയെടുത്തി. എവിടേക്ക്? സിജൻ സിജന്റേതായ രീതിയിൽ മുന്നോട്ട് പോകണം, കാര്യം അന്വേഷിക്കണം. അതിന് സിജനെ സഹായിക്കാൻ ആ കുട്ടിക്ക് പറ്റും, മയിലമ്മയ്ക്ക്. കുട്ടിമണിയുടെ തലയിൽ നിന്നും ഈ കൊലപാതക കുറ്റം, അതിനേക്കാളും ഏറെ സ്വന്തം അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ള പഴി, അത് മാറണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചേ പറ്റൂ. ഇത്രയും കാലം മതികല ജയിച്ചു നിന്ന് മനസ്സിലാവും. ഇനിയൊരു തിരിച്ചടിയുടെ കാലം തുടങ്ങട്ടെ. അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയേ പറ്റൂ. മനസ്സിൽ ഇറങ്ങും സീതയെടുത്തി. ഞാനത്ര മണ്ടനൊന്നുമല്ല. ചിലപ്പോൾ ചിലയിടത്ത് മണ്ടം കളിക്കും. അതെന്തിനാണെന്നറിയാമോ? ഒരുപാട് ബുദ്ധിയുള്ളവരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഞാൻ ചിലപ്പോൾ മണ്ടം കളിക്കും. ചെയ്യാത്ത തെറ്റിനാണ് എൻ്റെ പാവം കുട്ടിമണി ഭ്രാന്താശുപത്രിയിലും ജയിലിലും ഒക്കെ കിടന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെ ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് പോലും ഞാൻ കരുതിയില്ല. അപ്പോൾ ഈ തെറ്റ് ചെയ്തവരെ എനിക്കറിയണം. എന്നിട്ട് അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നതും ഈ മനസ്സിനായിരിക്കും. ആ, അത് വിട്. സീതയെടുത്തേക്ക് എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ചോദ്യങ്ങളാ. എന്താ സീതയെടുത്തി? എന്താ മതികലെ മനസ്സിനും തമ്മിലുണ്ടായിരുന്നത്? എന്തായിരുന്നു നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തിയിരുന്നത്? എന്തിനാ നിങ്ങളിപ്പോ ശത്രുക്കളായത്? ശത്രുക്കളാക്കിയത് വേറൊന്നുമല്ല, കുട്ടിമണിയോടുള്ള സ്നേഹമാണെന്ന് സീതയെടുത്തേക്ക് അറിയാലോ. പിന്നെ എന്താണ് ഞാനും മതികലയും തമ്മിലുള്ള ബന്ധമെന്ന് അറിയണമെങ്കിൽ, എന്തിനാണ് ഞാൻ വയലൂരം വീട്ടിലേക്ക് വന്നതെന്ന് അറിയണമെങ്കിൽ കഥ ഒരുപാട് പിന്നിലേക്ക് പോകണം സീതയെടുത്തി. എവിടേക്ക്? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച കോളേജിലേക്ക്. നിങ്ങൾ ഒന്നിച്ച്? അതെ, ഞാനും മതികലയും മതികലയുടെ അമ്മാവൻ DYSP ജയസേനന്റെ മകൻ സഞ്ജുവും.
ഞങ്ങൾ ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാ. അപ്പോ ശിവ? ശിവ അവൻ കോളേജിലൊന്നും പോയിട്ടില്ല. കുട്ടിക്കാലം തൊട്ട് എൻ്റെ കൂട്ടുകാരനാണ്. കോളേജിൽ ഞങ്ങളുടെ ജൂനിയറായിരുന്നു അല്ലി. കോളേജിൽ പഠിക്കുമ്പോൾ മതികലയ്ക്ക് എന്നോട് തോന്നിയ പ്രേമത്തെയൊക്കെ ഞാൻ അവഗണിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. ആ വാശി കൊണ്ടാവാം പിന്നെ കോളേജിൽ അല്ലിക്ക് അവളൊരു കെണിയൊരുക്കിയത്. അതിന് വേറെയും ചില കാരണങ്ങളുണ്ടായിരുന്നു. ക്യാമ്പസിൽ വെച്ച് അല്ലിയുടെ മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞ സഞ്ജുവിൻ്റെ കാരണത്ത് അവളൊന്ന് കൊടുത്തായിരുന്നു. അങ്ങനെ അതിന് പകരമായി അവളൊരുക്കിയ കെണിയുടെ അവസാനമായിരുന്നു കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അല്ലി താഴേക്ക് വീഴുന്നത്. അല്ലി അവിടെ വിളിച്ചു വരുത്തിയത് മതികലയുടെ അച്ഛൻ മഹാദേവൻ തമ്പിയാണെന്നാ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. മഹാദേവൻ തമ്പിയോ? എന്തിന്? കോളേജിൽ അവരുടെ കമ്പനിക്ക് വേണ്ടി ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമായാണ് മഹാദേവൻ തമ്പി കോളേജിലെത്തുന്നത്. അല്ലിക്ക് സെലക്ഷൻ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ അറിയുന്നത് അല്ലി കോളേജിൻ്റെ മുകളിൽ നിന്ന് വീണെന്നാണ്. സഞ്ജുവും കൂട്ടർ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് ചാടിയതാണെന്നും വലിച്ചെറിഞ്ഞതാണെന്നും കേട്ടു. മതികലയ്ക്ക് എന്നോടുണ്ടായിരുന്ന ഇഷ്ടത്തിന് മഹാദേവൻ തമ്പി പകരം വീട്ടിയതാണെന്ന് മതികല എന്നോട് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അല്ലി ഒന്നും പറഞ്ഞില്ലേ മരിക്കും വരെ? സഞ്ജയനും കൂട്ടിനും ഉപദ്രവിക്കാൻ വന്നെന്ന് മാത്രം പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രതികാരത്തിന് പോകുമെന്ന് ഭയന്നിട്ടാവും. മഹാദേവൻ തമ്പിയോടുള്ള വാശിക്ക് ഞാൻ മതികലയോടുള്ള ബന്ധം ദൃഢമാക്കി. അവിടെ മുതലാണ് ഏട്ടത്തി കളി തുടങ്ങുന്നത്.